എവിടം വരെ ദേവ കാര്യങ്ങള്? പ്ലാനിംഗ് എല്ലാം കറക്റ്റ് ആയിരുന്നു ഏട്ടാ. അവരുടെ മീറ്റിംഗ് പ്ലേസ് എവിടെയാണെന്ന് അറിഞ്ഞാൽ മതി. എടാ, അങ്കിള് പോകുന്നത് ബസലവാടിയിലേക്കാ. ഞാൻ അമ്മുവിൽ നിന്നും അറിഞ്ഞതാ. ബസലവാടിയോ? അത് ഏതാ സ്ഥലമൊന്നും ഒരു പിടിയില്ലല്ലോ ഏട്ടാ. ബന്ദിപ്പൂരിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്നറിയോ? കൃത്യമായിട്ട് അറിയില്ല. ഏതോ വനപ്രദേശമാണെന്ന് അമ്മുവിന്റെ വായിന്ന് വീണ് കിട്ടിയുള്ളൂ. ബാക്കി നിങ്ങൾ അന്വേഷിച്ചറിയണം. ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് എന്തുകൊണ്ടും നന്നായി. നരേന്ദ്രൻ തമ്പിയെ കൊടുക്കാൻ കൽപ്പനയ്ക്ക് പറ്റിയ സ്ഥലം. നമുക്കും. കൽപ്പനയുമായിട്ടുള്ള അങ്കിളിന്റെ ഇടപാട് കോംപ്രമൈസിൽ അവസാനിക്കാനാ സാധ്യത. ശീതളിന്റെ ജീവൻ വെച്ചല്ലേ അവളുടെ വിലപേശൽ. അതുകൊണ്ട് സ്വത്ത് മുഴുവൻ വിട്ടുകൊടുത്തിട്ടായാലും ആ ഊമപ്പെടിനെ രക്ഷപ്പെടുത്താനേ അങ്കിൾ ശ്രമിക്കുള്ളൂ. സ്വത്തില്ലാത്ത അങ്കിളിനെ ആർക്ക് വേണം ചേട്ടാ? നമുക്കെന്തായാലും വേണ്ട. അല്ല, കൽപ്പനയുടെ നീക്കത്തെപ്പറ്റി എന്തെങ്കിലും വിവരമുണ്ടോ? അവള് ബസ്ലവാടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ആ വിവരം അമ്മ തന്നെയാ പറഞ്ഞത്. അങ്കിളും കൽപ്പനയും തമ്മിൽ കൂടിക്കാണുന്നതിന് മുമ്പ് നമ്മുടെ പദ്ധതി നടന്നിരിക്കണം. ശീതളിനെ കൈമാറുന്നതിന് മുമ്പ് കൽപ്പന വച്ച് നീട്ടുന്ന ഡോക്യുമെന്റ്സിലൊക്കെ ഒപ്പിട്ട് കൊടുക്കാൻ അങ്കിൾ നിർബന്ധിതനാവും. അത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുന്നത് ദരിദ്രവാസിയായ നരേന്ദ്രൻ തമ്പി ആയിരിക്കും. അങ്കിൾ ഇനി ഒരിക്കലും വീട്ടിലേക്ക് തിരിച്ചു വരില്ല ചേട്ടാ. അക്കാര്യം ഞങ്ങളേറ്റു. എടാ, അത് മാത്രം പോരാ. സ്വത്തിന്റെ നല്ലൊരു ഭാഗം കൽപ്പനയ്ക്ക് എഴുതി കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോ നമ്മൾ അങ്ങനെ തട്ടിയിട്ട് എന്താ കാര്യം? നിങ്ങൾ അങ്കിളിന്റെ പിന്നാലെ തന്നെ ഉണ്ടോ? ഹരീഷിന്റെ ടീമിലെ ഒരാൾ അങ്കിളിന്റെ പുറകെ പോയിട്ടുണ്ട്. ഒരാളോ? അയാൾ ഒരു പ്രൊഫഷണൽ കില്ലറാണ് ചേട്ടാ. ഒരുപാട് ഓപ്പറേഷൻസ് വിജയകരമായി നടത്തിയിട്ടുണ്ട്. നിസ്സാരക്കാരനല്ല. നരേന്ദ്രൻ തമ്പി നിസ്സാരക്കാരനല്ല, അത് ഓർമ്മ വേണം. പണ്ടത്തെ അധോലോക കഥകളെപ്പറ്റി വീമ്പിളക്കുന്നു എന്നല്ലാതെ പഴയ ശൗര്യമൊന്നും ഇപ്പോൾ അങ്കിളിനെ കാണില്ല. ഇയാൾ അങ്ങനെയല്ല, ലോകോത്തര ക്രിമിനലാ. ഒടുവില് പവനായി ശവമായി എന്ന് പറഞ്ഞതുപോലെ ആവരുത് കാര്യങ്ങള്. അങ്ങനെയൊന്നും ആവില്ല ചേട്ടാ. ശരി. ഹലോ, തമ്പിയുടെ റൂട്ട് ഞങ്ങൾ മനസ്സിലാക്കി. അയാൾ പോകുന്നത് ബാസിലവാടിയിലേക്കാണ്. കറക്റ്റ് ഇൻഫർമേഷൻ ആണോ? അതെ, ബാസിലവാടി വനപ്രദേശമാണ്. അതുകൊണ്ട് കൃത്യ സ്പോട്ട് പറയാൻ പറ്റില്ല. എനിക്ക് ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടിയാൽ മതി. സ്പോട്ടിലേക്ക് ഇനി എത്ര ദൂരം ഉണ്ടെന്നറിയോ? കൃത്യമായിട്ട് അറിയില്ല. നമുക്കതൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ഉദ്ദേശിച്ച സംഗതി നടക്കണം. അതിനെ പറ്റിയ സ്ഥലവും സാഹചര്യവും ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇത് വനത്തിലേക്കുള്ള വഴിയാണ്. കൽപ്പനയും കൂട്ടരും ഏതെങ്കിലും റിമോട്ട് വില്ലേജിലോ വനത്തിലോ ഉണ്ടാവാനാണ് സാധ്യത. കുറെ ദൂരം കൂടി പോകേണ്ടി വന്നേക്കും. തമ്പിയും കൽപ്പനയും തമ്മിൽ കൂടിക്കാണുന്നതിന് മുമ്പേ തമ്പിയുടെ കഥ കഴിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? എങ്ങനെ ഒരുത്തനെ കൊല്ലേണ്ടതെന്നൊന്നും എന്നെ പഠിപ്പിക്കണ്ട. അതിന്റെ സ്പെഷ്യലിസ്റ്റാണ് ഞാൻ. ഓക്കെ ഓക്കെ. പറ്റിയ സ്ഥലം ഏത്? ആരുടെയും ശല്യം പേടിക്കണ്ട. തമ്പി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തൽക്കാലം നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. ഓരോരുത്തർക്കും ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാലോ അല്ലേ? നമ്മൾ കാത്തു നിൽക്കുന്നത് ആട്ടിൻകുട്ടിയല്ല. ഒറ്റയ്ക്ക് ഉള്ളെങ്കിലും നരേന്ദ്രൻ തമ്പി അങ്ങേയറ്റം അപകടകാരിയാ. എല്ലാവർക്കും ആ ഒരു കരുതൽ വേണം. ഹലോ, ഞാൻ വന്നുകൊണ്ടിരിക്കുക കൽപ്പനെ. എനിക്ക് റൂട്ട് തെറ്റിയിട്ടില്ല.
ഇപ്പൊ എവിടെ എത്തി? പറഞ്ഞ റൂട്ടിൽ തന്നെയാ. ഞാൻ പറഞ്ഞ ലാൻഡ്മാർക്ക് ഓർമ്മയുണ്ടല്ലോ? അവിടുന്ന് റൈറ്റ് സൈഡിൽ ആദ്യം കാണുന്ന പോക്കറ്റ് റോഡ്. ശരി, ഞാൻ അവിടെ എത്തുമ്പോൾ ശീതള നിന്റെ ഒപ്പം ഉണ്ടായിരിക്കണം. അവളെപ്പോഴും എന്റെ കൂടെ തന്നെ ആണല്ലോ. റൂട്ടിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കാം. ഫോണിന് റേഞ്ച് ഉണ്ടല്ലോ അല്ലേ? ഉവ്വ്. ഓക്കെ. എന്താ നരേന്ദ്ര, റൂട്ട് തെറ്റിയോ? എനിക്ക് വഴി കാണിക്കാൻ നിങ്ങൾ ആരെങ്കിലും അയച്ചിട്ടുണ്ടോ? ഫോൺ ചെയ്ത് അറിയിക്കാമെന്നല്ലേ ഞാൻ നരേന്ദ്രനോട് പറഞ്ഞത്. ഒരു സിൽവർ കളർ മാരുതി ഒമിനി എന്റെ ഫ്രണ്ടിൽ കയറിയിട്ടുണ്ട്. കൽപ്പനയുടെ ആളാണോ അത്? അല്ല, ഞാൻ ആരെയും അയച്ചിട്ടില്ല. വണ്ടിയിൽ എത്ര പേരുണ്ട്? ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. പക്ഷേ എന്തോ ഒരു കുഴപ്പമുള്ളതുപോലെ. പോലീസ് അല്ലല്ലോ? ഏയ് അല്ല. നരേന്ദ്രൻ ഒരു കാര്യം ചെയ്യും, അയാളുടെ മുന്നിൽ കയറി പോന്നോളൂ, അതാ നല്ലത്. ഞങ്ങൾ അങ്ങോട്ട് വരാം. ശരി. നരേന്ദ്രനെ ആരോ ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു സംശയം. നമുക്ക് അങ്ങോട്ട് പോവാം, വരൂ.
എന്തു പറ്റിയതാ? മലയാളിയാണോ? അല്ല, കൊലയാളി. റാസ്കൽ, യതിയോടാണോ നിന്റെ പരാക്രമം? നിന്റെ ആയുസ് തീർന്നു. ജനിച്ചപ്പോഴേ തലയിൽ എഴുതി വിട്ടതാ നിന്റെ കാലൻ യതിയാണെന്ന്. നിന്റെ ശവപ്പറമ്പ് വാസനവാടിയാണെന്ന്. അത് തിരുത്താൻ ഞാൻ നോക്കിയാലും പറ്റില്ല.
ഹലോ. നരേന്ദ്ര, ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുക. നിനക്ക് സംശയം തോന്നിയ കാർ കടന്നുപോയോ, അതോ ഇപ്പോഴും നിന്റെ മുന്നിലുണ്ടോ? അതൊക്കെ പോയി. ഇപ്പൊ ഒരു പ്രശ്നമില്ല. ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുക. ശരി, ഞങ്ങളും കുറച്ച് സമയത്തിനകം അവിടെ എത്തും. നിന്നെ കാണേണ്ടവർ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. അതിനു മുമ്പ് നിന്നെ കൊല്ലാനാ നിന്റെ ബന്ധുക്കളുടെ കൽപ്പന. നിന്നെ കാണാൻ വരുന്ന കൽപ്പനയുടെ തലയിലായിരിക്കും കൊലക്കുറ്റം. ഈ തലയിലെടുത്തെന്ന് പറയുന്നതേ വേറെ ആരുടെയോ കൽപ്പനയാ. ആ യതി ഒന്നുകൂടെ വിളിച്ചു നോക്കണം. അവൻ എന്തെങ്കിലും ചെയ്തോന്നറിയണ്ടേ? യതി വാക്ക് പാലിക്കുന്നവൻ അങ്കിളെ. അല്ലെങ്കിൽ 1 ലക്ഷം രൂപ നമ്മുടെ കയ്യിലിരിക്കുകയല്ലേ. തമ്പിയുടെ കഥ കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്താതെ നമ്മളത് കൊടുക്കുവോ? അവന്റെ കാശല്ല നമ്മുടെ ഇരിക്കുന്നത്. നമ്മുടെ 1 ലക്ഷം രൂപ അവന്റെ കയ്യിലാവുള്ളത്. അഡ്വാൻസ് തുകയും കൊണ്ട് അവൻ മുങ്ങിയ നമ്മൾ എന്ത് ചെയ്യും? തമ്പിയെ തട്ടിയേക്കാവുന്നൊരു വാക്കിന്റെ മുടക്ക് മാത്രമേ അവനുള്ളൂ. മേടിച്ച് 1 ലക്ഷം രൂപയും കൊണ്ട് അവൻ കടന്നു കളഞ്ഞാലേ നമ്മൾ എന്ത് ചെയ്യും? പോലീസ് പരാതിപ്പെടാൻ പറ്റുമോ? ഹലോ. ഹലോ, എന്തായി കാര്യങ്ങൾ? പറഞ്ഞ വാക്ക് തെറ്റിക്കുന്നവനല്ലേ യതി. എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ തീർത്തു. നേരാണോ? കഴിഞ്ഞോ? തമ്പിയെ തട്ടിയോ? നരേന്ദ്രൻ തമ്പി ഇപ്പൊ പാതി ചത്ത എലിയ. കല്ലുകെട്ടി പുഴയിൽ താഴ്ത്താൻ പോവുക. അയാള് ചത്തില്ലേ? അവസാനമായിട്ട് ഒരു തുള്ളി വെള്ളം കുടിച്ച് മരിക്കട്ടെ. അതിനുവേണ്ടി ഒരല്പം ജീവൻ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. അവന്റെ അവസാനത്തെ വാക്ക് കേൾക്കണോ? നിങ്ങൾക്കൊരു വിശ്വാസം വരണ്ടേ? ഏതി പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നവരാണെന്ന്. വേണം. അയാള് ജീവന് വേണ്ടി എന്നോട് യാചിക്കുന്നത് എനിക്ക് കേൾക്കണം. എന്നെ കുറെ വെള്ളം കുടിപ്പിച്ചവനാ. അതൊക്കെ ബുദ്ധിമുട്ടാ. ചങ്ക് തുറന്നെടുക്കുമെന്ന് പറഞ്ഞാലും യാചിക്കുന്ന ജനമൊന്നും അല്ലേത്. സംസാരിക്കടാ. നിന്റെ സ്വരം ഒന്ന് കേൾക്കണമെന്ന് നിന്റെ കൂട്ടുകാർക്ക് വലിയ ആഗ്രഹം. ആരാണെന്നോ? നീ ചാകാൻ പോകുമല്ലടാ നരേന്ദ്ര. അതുകൊണ്ട് പറയാം, പാലപ്പടിക്കൽ സുധർമ്മയുടെ മോനാ ഞാൻ. ഞാനാ നിനക്ക് വേണ്ടി കൊട്ടേഷൻ ഏർപ്പാടാക്കിയത്. എന്നെ കൊന്നതുകൊണ്ട് നിനക്കെന്താ നേട്ടം? ഒരുപാട് നേട്ടങ്ങൾ ഉണ്ട് തമ്പി. അതൊന്നും പറയാൻ ഇപ്പൊ സമയമില്ല. ഗുഡ് ബൈ. ഇപ്പൊ വിശ്വാസമായോ? ഞാനവിടെ തിരിച്ചെത്തുമ്പോഴേക്കും ബാക്കി 1 ലക്ഷം കൂടെ വച്ചേക്കണം. അങ്കിളെ, ഡൺ. ഇത്തവണ നമ്മൾ ജയിച്ചു. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ തവണയും നമ്മുടെ വല പൊട്ടിച്ച് പോകാൻ നരേന്ദ്രൻ തമ്പി തിമിംഗലമൊന്നുമല്ല.